വെൽക്കം ബാക്ക് മൈ ചന്ദ്രനാസ് വേൾഡ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഡ്രോ ചെയ്യുന്നത് ഒരു പേപ്പർ വെച്ചിട്ട് എൻ്റെ വീട്ടുപേര് ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഞാനിങ്ങനെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒട്ടിക്കും. അതാണ് എൻ്റെ ഒരു ആശയം. നമുക്ക് ഇനി ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാൻ ഇത് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വിചാരിച്ചു ഒരു വീഡിയോ ഇടാം അല്ലേ, കുറേ കാലം വീഡിയോസൊക്കെ വന്നിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നാണ് വിചാരിച്ചു. പിന്നെ ഇതാ ഇത്രയും ഷേപ്പുള്ള ഒരു ഇതെടുക്കാനും ഇത്രയും ഷേപ്പുള്ളൊരു പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് കളർ പേപ്പർ ആയാലും സാരിയില്ല. ഇപ്പോൾ എയർ ഫ്രഷ് ഷീറ്റാണ് എടുത്തത്. നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ വീട്ടുപേര് എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് അലങ്കാരം ചെയ്യണം. നമുക്ക് സ്റ്റിക്കേഴ്സ് ഇടണം. അപ്പം ഞാനിടുന്നത് ഇതാ ഈ ഒരു സ്റ്റിക്കറാണ്. കവായി സ്റ്റിക്കേഴ്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഏത് ഇഷ്ടം അത് എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് കവായി സ്റ്റിക്കേഴ്സ് ഒന്ന് ഇട്ടതാണ്. ഞാൻ കവായി സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ഇട്ടിനാ ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇത് ചിലപ്പോൾ ഉണ്ട് ഒരു ഒട്ടി പിടിക്കാൻ. എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലങ്ങനെ എടുത്ത് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ആയിഷ കേസിനൊന്നും കാണുന്നില്ല അല്ലേ, നല്ല പരാതി പറയണേ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒന്ന് ഒട്ടിക്കണം. ഏതൊട്ടിക്കും വേറെ ഏത് സ്റ്റിക്കേഴ്സ് എടുക്കാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് ഒരു എത്ര മിനിറ്റ് ഉണ്ടാവും, ഗസ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിത് പേടിക്ക് ചെയ്തുകൊണ്ടാണ്. ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഞാൻ ചെയ്തു പോയി, സോറി. ഇനി അടുത്ത വീഡിയോ ഞാൻ എന്തായാലും തുടക്കത്തിൽ തന്നെ ഞാൻ തരാം. അടുത്ത വീഡിയോ മീൻസ് ഇനി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഇത് ഞാൻ ആദ്യം ഞാൻ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലേ, ഇത് രണ്ടാമത്തെ ഇതാണ്. ഞാൻ ആദ്യം ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ പേപ്പേഴ്സിലുള്ള വീഡിയോയിൽ ആദ്യം ഞാൻ ക്രാഫ്റ്റ് ആയിരുന്നു ഇട്ടത്. നേരെ ക്രാഫ്റ്റ് ഇട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എനിക്ക് ക്രാഫ്റ്റൊക്കെ ഇട്ടോ നമുക്ക് ഉപകാരപ്പെടൂലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ക്രാഫ്റ്റ് അല്ല, ഇപ്രാവശ്യം ഞാൻ ഒരു ഡ്രോയിങ് നല്ലൊരു വേണ്ടൊരു ഡ്രോയിങ് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഇടുമ്പോൾ ഒരു സന്തോഷം മീൻസ് ഇങ്ങനെ കാണാൻ നല്ലൊരു മുഞ്ചുണ്ടാവും. അതാണ് ഞാൻ മീൻസ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ കേട്ടത് വേറെ ആയിരിക്കും, അത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറയണേ കേട്ടോ. ഇത് സൗണ്ട് ഇങ്ങനെ ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ എന്തായാലും അറിയിക്കണേ. നീ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇവിടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതിനെ നോക്കാം. ഓക്കെ, ഇത്ര മതിയില്ലേ. ഇത് ചെറിയൊരു സ്റ്റിക്കറും കൂടി ഒട്ടിക്കാം. ഇപ്പം ഈ ഒരു കപ്പ് കേക്കിൻ്റെ ഇതാണ് എടുത്തത്. ഇതിനെക്കൊണ്ട് എടുക്കുന്ന ഭയങ്കര പാടാന്ന് തോന്നുന്നല്ലേ. നിങ്ങൾക്ക് ഈസി ആയിരിക്കും, പക്ഷെ എനിക്ക് പാടാം. അതിലേക്ക് കൈകൊണ്ട് അങ്ങ് എടുക്കാന്നല്ലാണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ കവായി സ്റ്റിക്കേഴ്സ് ഇതെൻ്റെ ഫസ്റ്റ് ടൈം തന്നെയാണ്. 20 ഷീറ്റ് തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിയപ്പോൾ എനിക്കിതെങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല. എൻ്റെ ഇക്കാക്ക പറഞ്ഞു എനിക്ക് എന്താ വേണ്ടത്, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. അന്ന സമയത്താണ് എൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ്. ഏപ്രിൽ സമയത്താണ് ഞാൻ പറയുന്നത് ഈ കഥ. അന്നേരം ഇക്കാക്ക പറഞ്ഞു എന്താണ് എനിക്ക് വേണ്ടത് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കവായി സ്റ്റിക്കേഴ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉമ്മ അപ്പോൾ ഇക്കാക്ക അങ്ങ് ചെന്നൈയിലാണുള്ളത്. കാക്ക ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തിട്ട് സ്ഥലവും നമ്മളുടെ ഈ എടൽപ്പീടിയ സ്ഥലമാക്കി. ഓർഡർ എടുത്തത് എടൽപ്പീടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യും ഇതെങ്ങനെ കിട്ടിയത്. ആ ഒരു കഥ മുഴുവൻ നിങ്ങൾ പറയും, ഞാൻ ഇടാം. ഓക്കെ, ഞാൻ ഇത് 3 സ്റ്റിക്കേഴ്സാണ് ഇട്ടത്. ഇനി സ്റ്റിക്കേഴ്സൊക്കെ മാറ്റി ഇനി കുറച്ച് എന്താ ചെയ്യണ്ടല്ലേ. ഇത്ര മതിയാ, കുറച്ചും കൂടി ചെയ്യാം. കസർ
2-3 ലെവൽ അങ്ങോട്ടെല്ലാം വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന്. ഇപ്പം എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കുറച്ച് കാലം ഞാൻ എടുത്തിട്ട്. എന്താ വെച്ചാൽ പരീക്ഷ എല്ലാം ഭയങ്കര ബിസിയാണ്. പരീക്ഷ ആയതുകൊണ്ട് മദ്രസത്തെ പരീക്ഷ, സ്കൂളത്തെയും പരീക്ഷ ഒക്കെ ആയിട്ട് തലപ്പരാന്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം നല്ലോണം വീഡിയോ ഇടാൻ അല്ലേ. ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ കുറേ 72 വീഡിയോസ് എങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് 2 മാസം 3 മാസം എങ്ങാനായി കേട്ടോ. എന്ത് വേഗം മാസമെല്ലാം പോകുന്നില്ല. ദിവസമൊക്കെ ഭയങ്കര പോകുന്നുണ്ട്. ഇന്നലെ വെള്ളി, ഇന്ന് ശനി, ഇപ്പം നാളെ ഞായറായി, മറ്റന്നാൾ സ്കൂളിൽ പോകണം. എനിക്ക് ഭയങ്കര ചൊറ കേട്ടോ. 5ാം ക്ലാസ് ആയതുകൊണ്ട് നല്ലോണം പഠിക്കാനുണ്ട്. പിന്നെ 4ാം ക്ലാസ്സിലാണ് ഞാൻ. മദ്രസയിൽ 4-ൽ, ഞാൻ സ്കൂൾ 5-ലാണ്. തോറ്റതൊന്നുമല്ല കേട്ടോ, എന്നെ ലേറ്റായിട്ട് ചേർത്തുകൊണ്ടാണ്. പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇനി മതി. ഫൈനൽ ലുക്ക് കാണിച്ചെന്തേ? എന്തായാലും ബാക്കിൽ നിന്നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്.